ഹലോ, അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിലേക്കുള്ള ബാഗ് പാക്ക് ചെയ്യാം കേട്ടോ. അതിലെന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു സിപ്പ് ലോക്ക് കവർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആണ്, അപ്പോൾ നമുക്കെല്ലാം കാണുകയും ചെയ്യാം. എല്ലാം നല്ല സെക്യൂറായിട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിലാണ് നമ്മളെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഈ കവർ വന്നിട്ട് ഞാൻ മീഷോന്നാണ് കേട്ടോ വാങ്ങിയത്. നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അതായത് ഇതേപോലെ ഹോസ്പിറ്റൽ ബാഗൊക്കെ പാക്ക് ചെയ്യുമ്പോൾ നമ്മളാണല്ലോ എടുത്ത് വെക്കുക. അപ്പോൾ കൂടെ വന്നവർക്ക് ഏതൊക്കെയാണോ നല്ലപോലെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ ഞാനിതിലെല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതേപോലെ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെ മേടിക്കണം എന്നൊക്കെ ഉള്ളത്. അത് വെച്ചിട്ടാണ് നമ്മൾ ബാഗ് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബുക്കിൽ ഞാനെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. തന്നെ നമുക്ക് ബേബിക്കുള്ള പ്രോഡക്റ്റ്സ് നോക്കാം കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കവറിലാക്കി വെച്ചേക്കുന്നത് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു കവറിലാക്കിയത്. ഒരു റിസീവിങ് ടവലും ഒരു ജബിലെ ഒരു കെട്ടുടുപ്പും. കാര്യം ഇതാണല്ലോ ആദ്യം നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ചോദിക്കാം. അപ്പോൾ അത് രണ്ടും ഇനിയൊരു അതിൽ നിന്നൊരു പാമ്പേഴ്സും കൂടെ ഒരു ഡയപ്പറും കൂടെ എടുത്ത് ഇതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ബേബിക്ക് ചോദിക്കുന്ന സാധനം ഇതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കവറിൽ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കവറിൽ സെറ്റാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാഗിലേക്ക് പാക്ക് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ താഴെ തന്നെ നമ്മൾ കുറച്ചധികം കവേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇട്ട് മാറുന്ന ഡ്രസ്സ്, വാഷ് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ ഇട്ട് മാറ്റുന്ന ഡ്രസ്സെല്ലാം കൂടെ ആയിട്ട് ഒന്നിച്ചിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3-4 കവേഴ്സും ബിഗ് ഷോപ്പേഴ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഏറ്റവും അടിയിൽ വെച്ചിട്ടുണ്ട്. ഇതാ ഡ്രൈ ഷീറ്റ്സാണ് കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്, 3 എണ്ണത്തിൻ്റെ ഒരു കോംബോ. അപ്പോൾ അതുകൂടാതെ ഞാൻ വേറെ പുറത്തുനിന്ന് ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കൊണ്ടുപോകണില്ല. ഇതായിരുന്നു കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ആദ്യം വെച്ച് കൊടുക്കാം നമുക്ക്. ഇതൊക്കെ ലാസ്റ്റ് വേണ്ട സാധനങ്ങളല്ലേ, അപ്പോൾ ഇതാദ്യം നമുക്ക് വെച്ച് കൊടുക്കാം. അടുത്തതായിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെയാണ് കേട്ടോ. കെട്ടുടുപ്പും ക്യാപ്പും മിറ്റൻസും ബൂട്ടീസും സോക്സൊക്കെ ആയിട്ടുള്ളൊരു സെറ്റ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓപ്പൺ ചെയ്തിട്ട്. കുറച്ച് വൈറ്റ് ക്ലോത്ത്സ് ഇതേപോലെ കീറി അലക്കി തേച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാര്യം കൊച്ചിനെ ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൽ വന്നിട്ട് 2 ടൈപ്പ് കെട്ടുടുപ്പാണ് കേട്ടോ. ഇത് ഗ്ലാസ്സാണ്. എല്ലാം വാഷ് ചെയ്തൊക്കെ വെച്ചേക്കാണ് കേട്ടോ. ഇതിങ്ങനെ പ്രിൻ്റ് വരുന്നതും ഇത് പ്ലെയിൻ ആയിട്ടുള്ളത് വൈറ്റ് കളറുള്ള. അപ്പോൾ ഇതും അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഇതേപോലത്തെ സെറ്റാണ് കേട്ടോ. ക്യാപ്പ്, ഷോർട്സ്, മിറ്റൻസ് എന്നൊക്കെ ഉള്ള 2 പെയർ സെറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് സോക്സാണ് കേട്ടോ. സോക്സിൻ്റെ ഒരു 6 പീസ് വരുന്ന സോക്സിൻ്റെ സെറ്റ്. പിന്നെ അതേപോലെ തന്നെ ക്ലോത്ത് ഡയപ്പറാണ്. ഇത് വേണ്ടി വരുമോയെന്ന് അറിയില്ല. അപ്പോൾ അത് കാരണം 2 എണ്ണം വെച്ചിട്ടുണ്ട്. ഡയപ്പറിൻ്റെ ബാക്കി പീസ് ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൊണ്ടുപോകാത്ത കവറാണ്. അപ്പോൾ അതിൽ നിന്ന് ആകെ 2 എണ്ണം മാത്രമേ നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ. അതവിടെ ഹോസ്പിറ്റലിൽ യൂസ് ആക്കോ ഇല്ലേ നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് 2 പീസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഈ ഒരു കവറിൽ വരുന്നത്. അടുത്തായിട്ട് നമുക്ക് അത് വെച്ച് കൊടുക്കാം. അടുത്ത് എടുത്തിരിക്കുന്ന ഇതാണ് കേട്ടോ. ഇതിലൊരു റിസീവിങ് ടവലും ഒരു വൈറ്റ് സ്വാഡിൽ ക്ലോത്തും പിന്നെ ഫേസ് ടവലുമാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെന്താണെന്നുള്ളത് കേട്ടോ. ഈ ഒരു റിസീവിങ് ടവൽ എക്സ്ട്രാ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ വൈറ്റ് സ്വാഡിൽ ക്ലോത്താണ് കേട്ടോ. വൈറ്റാണ് എടുത്തത്, പ്രിൻറ്റിൻ്റെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ. പിന്നെ ഇത് ചെറിയ ഫേസ് ടവൽസ് ഒരു 6 പീസ് വരുന്നത് കേട്ടോ. അത് കൂട്ടത്തിൽ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് അത് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളത് പാമ്പേഴ്സിൻ്റെ 2 ചെറിയ പാക്കറ്റാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കിയിട്ട് തികഞ്ഞില്ലേ നമുക്ക് അവിടെ നിന്ന് മേടിച്ചാൽ മതിയല്ലോ ഓർത്തിട്ട് ഇങ്ങനെ 2 എണ്ണം അത് മേടിച്ചിട്ടുണ്ട്. അതും നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ മേടിച്ചേക്കുന്നത് ഈ വൈറ്റ്സാണ് കേട്ടോ. എനിക്കിതാണ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ 2 പാക്കറ്റ് 72 എണ്ണം വരുന്ന 2 പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതും നമുക്കിതിലേക്കായിട്ട് വെച്ച് കൊടുക്കാം.
പിന്നെ ഒരു കുപ്പി സംസം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ കൊച്ചിന്. അത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഏറ്റവും മേളിലായിട്ട് ഇതാണ് കേട്ടോ വെച്ച് കൊടുക്കണത്. ഞാൻ ആദ്യം കാണിച്ചായിരുന്നു. കൊച്ചിന് ആദ്യമായിട്ട് നമുക്ക് തരുമ്പോൾ വേണ്ട വൈറ്റ് കളറുള്ള റിസീവിങ് ടവലും അതേപോലെ തന്നെ ഒരു കെട്ടെടുപ്പ് അത് ഏറ്റവും മേളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതും ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ മേടിച്ചതാണ്. ഇപ്പം എന്തായാലും ഹോസ്പിറ്റലിലേക്ക് അതിൻ്റെ ആവശ്യമില്ല, അത് നമ്മൾ കൊണ്ടുപോകണില്ല കേട്ടോ. അതും കൊണ്ടുപോകണില്ല. ഈ ഒരു ഡ്രൈ ഷീറ്റും അതിൻ്റെ ഒപ്പം ഞാൻ ഡയപ്പർ ക്ലോത്തും വെച്ചിട്ടുണ്ട്, അതും നമ്മൾ കൊണ്ടുപോകണില്ല. ഇത്രയും സാധനങ്ങളാണ് ബേബിക്കായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം കേട്ടോ. പിന്നെ വന്നിട്ട് ഈ ക്യാരി ബാഗ്, ഇതും കൊണ്ടുപോകണുണ്ട് ഹോസ്പിറ്റലിലേക്ക്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിനിയൊരു ബെഡ് മേടിക്കാനുണ്ട്, നെറ്റ് വരുന്നത്. അത് മേടിച്ചിട്ടില്ല കേട്ടോ, അതും കൂടെ മേടിച്ചതിൻ്റെ കൂട്ടത്തിൽ വയ്ക്കാനുണ്ട്. ഇതാണ് കേട്ടോ ക്യാരി ബാഗ്. ഇതിങ്ങനെ കൊച്ചിനെ നമ്മൾ കയ്യിൽ കൊണ്ടു നടക്കുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് വെച്ചേക്കുന്നത്. ഇതും കൂടെ നമ്മുടെ ബേബിയുടെ സെറ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു ബെഡും കൂടെ മേടിക്കണം കേട്ടോ കൊച്ചിന്. ഇതിലേക്ക് ഇതേണ്ട ഹോസ്പിറ്റൽ ഫയൽ, ഇതാണ് കേട്ടോ ആദ്യം വെക്കേണ്ടത്, മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഏറ്റവും മേളിലായിട്ട് ഇതിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ റെക്കോർഡ്സും എല്ലാം ഉള്ള ഒരു ഫയലാണ്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ പ്രൂഫ്സൊക്കെ ഉള്ളൊരു വാലറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബാഗിൻ്റെ ഈ സൈഡിലായിട്ട് ഉണ്ട്. പിന്നെ ഒരു കത്രിക, എന്തെങ്കിലും മുറിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇതാ ഒരു കത്തി വെക്കാനുണ്ട് കേട്ടോ. എന്തെങ്കിലും ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ഉമ്മ എടുത്ത് വെച്ചാണ് കേട്ടോ കൊച്ചിന് സംസം വെള്ളം കൊടുക്കാനായിട്ട്. ഇങ്ങനെ ഒരു ചെറിയ ഗ്ലാസും ഒരു സ്പൂണും. പിന്നെ ഈ ഒരു ഷേവിങ് സെറ്റ് കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ അതും കൂടെ അതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബാഗിൽ എടുത്തേക്കുന്നത്. അതിന് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇത് ഇത്രയും ബേബിയുടെ ഐറ്റംസാണ്. അതേപോലെ തന്നെ ഈ ഒരു ക്യാരി ബാഗ് കേട്ടോ. നമുക്ക് എൻ്റെ ഐറ്റംസ് വെക്കാം. നമ്മളിങ്ങനെ ഒരു ബാസ്ക്കറ്റ് ബേബിക്കായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇതിൽ വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മളൊരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ടുണ്ട്. ഇനി അതിലേക്കാണ് കേട്ടോ ഓരോന്ന് വെക്കാമെന്ന് വിചാരിക്കണം. പിന്നെ 2 ബെഡ്ഷീറ്റ് നമുക്കവിടെ വിരിക്കാനും കാര്യത്തിനൊക്കെ ആയിട്ട്. ഇതൊന്നും ആദ്യം വേണ്ടതല്ലല്ലോ, അപ്പോൾ അത് കാരണം അതാദ്യം വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വൈറ്റ് ക്ലോത്ത്സ് ഒരുപാട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളോട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കോട്ടയത്താണ് കാണിക്കണം. അവിടെ നമുക്ക് ഡിസ്ചാർജ് ആവും വരെ വൈറ്റ് ഷർട്ടും മുണ്ടൊക്കെ തന്നെയാണ് കേട്ടോ വേണ്ടത്. ഇത് നമുക്കിപ്പോൾ ലേബർ റൂമിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം നല്ലപോലെ കഴുകി കരയെല്ലാം കീറി വെച്ചേക്കണതാണ് കേട്ടോ. അപ്പോൾ അതിവിടെ രണ്ടാമത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നൈറ്റി, ഇത് ഫുൾ ഓപ്പൺ ആണ് കേട്ടോ. ഫ്രണ്ട് ഓപ്പൺ നൈറ്റി, വേറൊരു നൈറ്റി. അങ്ങനെ ഈ 2 നൈറ്റി ഇതിലാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ വേറെ 2 നൈറ്റി ഈ 2 ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അണ്ടർ ഗാർമെൻറ്റ്സും വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ. ഇതാദ്യം വെച്ച് കൊടുക്കാൻ നമുക്ക്. നൈറ്റീസിൻ്റെ ആവശ്യം വരില്ല എന്നാണ് പറയണത്. അവിടെ വൈറ്റ് മുണ്ടും ഷർട്ടും ആണ് തിരിച്ച് വരും വരെ. ഇനി ഫ്രണ്ട് ഓപ്പൺ, ഇനി അഥവാ നമ്മളെ ഇടിയിപ്പിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നതാണ്. പിന്നതാ സ്കേർട്ട്സ് കേട്ടോ. ഇത് 2 ബാത്ത് ടവൽസ് വെക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കയറ്റുമ്പോൾ തന്നെ തരാൻ വേണ്ടിയിട്ടുള്ള വൈറ്റ് ഷർട്ടും മുണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് 2 ജോഡി മുണ്ടായിട്ട് ഉണ്ട്. നമുക്കവിടെ 2 എണ്ണം എന്തോ ആദ്യം തന്നെ മാറ്റിക്കുന്നുണ്ട്. ഇതിൻ്റെ കരയൊക്കെ കളയാനുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ അത് ഏറ്റവും മേലിൽ വെച്ചിട്ടുണ്ട്. അതാണല്ലോ ആദ്യം വേണ്ടത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ടിഷ്യൂ ബോക്സും വെച്ചിട്ടുണ്ട് കേട്ടോ.
ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെപ്പൽ എടുത്തിട്ടുണ്ട്. അതതിൽ വെക്കണില്ല കേട്ടോ, അതൊന്ന് കവറിലാക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വാട്ടർ ബോട്ടിൽ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ വെക്കാനുള്ള ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും കൊണ്ടുപോകാൻ എടുക്കുന്നുണ്ട്. അത്യാവശ്യം 2 ലിറ്ററോളം വെള്ളം ഇതിൻ്റെ അകത്ത് കൊള്ളണമുണ്ട്. ഇതും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കവറിൽ വൈറ്റ് ഷർട്ടും വൈറ്റ് മുണ്ടൊക്കെയാണ് കേട്ടോ. അതായത് എനിക്കും അവിടെ വൈറ്റ് ഷർട്ടും മുണ്ടാണ്. അതേപോലെ തന്നെ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡർക്കും അവരിടുന്ന ഡ്രസ്സിൻ്റെ മേളിൽ വൈറ്റ് ഷർട്ട് ഇടണം എന്നാണ്. അപ്പോൾ അത് കാരണം ഒരുപാട് വൈറ്റ് മുണ്ടും ഷർട്ടൊക്കെ വേണം കേട്ടോ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ ബാസ്ക്കറ്റ് സെറ്റായിട്ടുണ്ട്. ഇനി അത് അങ്ങോട്ട് അടച്ച് വെച്ചേക്കും. പിന്നെ ഇനി കൊണ്ടുപോകാനുള്ളത് ഈ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. 2 മാറ്റ് എടുത്തിട്ടുണ്ട്. ബൈസ്റ്റാൻഡേഴ്സിന് കിടക്കാനൊക്കെ ആയിട്ട് എങ്ങനെയാണ് റൂം കിട്ടുമെന്ന് നമുക്കറിയില്ല. അപ്പം അതേപോലെ 2 മാറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ 2 ബക്കറ്റും 2 മഗ്ഗും ഈ ഒരു വിഷറി കേട്ടോ. അതിപ്പോൾ നല്ല ചൂടല്ലേ എന്ന് ഓർത്തിട്ട് എടുത്തു വെച്ചതാണ്. പിന്നെ ഈ ഒരു ഇതെന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെയും കൊച്ചിൻ്റെയും കൂടെ ആയിട്ട് ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചാൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് സോപ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഞാൻ അത്യാവശ്യം വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചേക്കുന്നത്. പിന്നെ അതേപോലെ നമുക്ക് ചാർജറൊക്കെ എടുത്ത് വെക്കാനുണ്ട്. അതൊക്കെ പോണ ടൈമിൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ബേബിക്ക് ഇതിൽ എനിക്കുള്ള സാധനങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.